മൂവിയാണ്. കല്യാണി പ്രിയദർശൻ, അതായത് ഒരു ലേഡി മൂവിംഗ് ആയിട്ടുള്ള ഒരു ഓൺ സ്റ്റാൻഡ് സിനിമ, ഒരു ലേഡി ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമ. അടിപൊളിയായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. മറ്റുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ, പഴയ മിത്തിനെ ന്യൂജനായിട്ട് എടുത്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. സൂപ്പർ ഫിലിമാ, സൂപ്പർ. 2-3 ഗസ്റ്റ് റോളുണ്ട്. എല്ലാം നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ള എഫക്റ്റാണ് തിയേറ്ററിൽ കൊടുക്കുന്നത്. അതെല്ലാം തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ഒരു ഹോളിവുഡ് ഫിലിമിനെ വെല്ലുന്ന രീതിയിൽ വളരെ ഗംഭീരം മേക്കിംഗ്, ഉഗ്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജയ്ക്ക് വിജയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരം. പിന്നെ ഡൊമിനിക് അരുണിന്റെ ഡയറക്ഷൻ, നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡയറക്ഷൻ. എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോണ കത്തനാറിന് ഈ സിനിമ ഒരു ചെക്ക് വെച്ച് വന്നൊരു സംശയമുണ്ട്. ആ രീതിയിലുള്ള മേക്കിംഗ് ആണ്. ഗംഭീര പടമാണ്. കല്യാണിയുടെ ഒന്നൊന്നര പെർഫോമൻസ്. കല്യാണി ഒരു ഹോളിവുഡ് സ്റ്റാറിനെ, ഹീറോയിനെ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഹോളിവുഡ് ലുക്കും ഉണ്ട്. ഇതൊരു പ്രിയദർശൻ പറഞ്ഞ പോലെ ഇതൊരു ലോക ഹിറ്റാവും, യാതൊരു സംശയമില്ല. സൂപ്പർ കല്യാണമൊക്കെ അടിപൊളി. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം വരുന്നത് നമ്മൾ ഒരിക്കലും ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതേപോലെ ഉണ്ട്, കീറോളുണ്ട്. ഒരു മലയാളി സിനിമ വിചാരിച്ചില്ല. ഒരു മല്ലു മോളിവുഡിൽ നിന്ന് നല്ല അടിപൊളി സിനിമയാണ്. കണ്ടു നോക്കാം, അപ്പം അറിയാം. മിസ് ചെയ്യാൻ പാടില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബോളിവുഡ് ടൈപ്പിലുള്ള ഒരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഇറ്റ്സ് ന്യൂ എക്സ്പീരിയൻസ്. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. വരട്ടെ എങ്ങനെയാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മൂവി അവർക്ക് എടുക്കാൻ പറ്റിയത്. പുതിയ ഡയറക്ടേഴ്സ്, പുതിയ കോൺസെപ്റ്റ്സ് കൊള്ളാം. ഇറ്റ്സ് എ ഗുഡ് ട്രൈ. നമ്മൾ കന്നഡയിലും തെലുങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. സോ ലെറ്റ്സ് സീ വാട്ട്സ് വെയിറ്റിംഗ്. കണ്ടത് കുഴപ്പമില്ല. ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർ, നൈസ് ടീം. കല്യാണി ഐ തിങ്ക് വാസ് എ റൈറ്റ് ക്യാരക്ടർ. ഗുഡ് കാസ്റ്റ് ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് നല്ലതായിരുന്നു. ഉണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഇനിയും വരാനുള്ള പാർട്സിലൊക്കെ കൂടുതൽ കാണുന്ന ടീമായിരിക്കും. ഇറ്റ് വാസ് നൈസ്. Yeah, let's see. Looking forward. Thank you. നല്ലതാണ്. പിന്നെ ഈ ഗ്രാഫിക്സ് ജസ്റ്റിസ് ടു ദ തീമാണ്. തീം ഈ ഹോളിവുഡ് മൂവി പോലെയാണ്. പക്ഷേ ഈ BGM ഗ്രാഫിക്സ് കൂടുതൽ നല്ലതാണ്. ഈ കല്യാണി നോർമലി ഷീസ് ഓൾവേസ് ഫാന്റാസ്റ്റിക്. നല്ലതാണ്. പിന്നെ ഈ സ്പെഷ്യലി ദ BGM, ദ ഗ്രാഫിക്സ്. നോർമലി ലൈക്ക് ബോളിവുഡ് മൂവീസ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രോം ലൈക്ക് ഇന്ത്യൻ റിപ്രസെൻറ്റേഷൻ ഓഫ് ദീസ് തിങ്സ്. അത്യാവശ്യം ആ ഒരു ലെവൽ മേക്കിംഗ് ആയിരുന്നു. അടിപൊളി, സൂപ്പർ. കല്യാണ സീൻ അടിപൊളി. ഫൈറ്റ് സീൻസ് ഒക്കെ സെറ്റ് ആയിരുന്നു.